നമസ്കാരം. ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവരും സപ്പോർട്ടിനും ഒത്തിരി താങ്ക് യു. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് ഒരു മോട്ടിവേഷൻ റീഡിംഗ് ആണ്. ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. കാരണം ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ലാത്ത കാരണം കൊണ്ട് അത്തരം റീഡിംഗ് ആവില്ല എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുക. കൂടുതലും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ അതായിരിക്കും ഞാൻ ചെയ്യുക കൂടുതലും. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മോട്ടിവേഷൻ റീഡിംഗ് ആണ്. ഒട്ടേറെ പേര് എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ പേർക്ക് ഞാനിപ്പോൾ ഓൺലൈൻ വഴി റീഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിളിക്കുന്ന ആൾക്കാരെല്ലാം സാമ്പത്തികമായിട്ടും അതുപോലെ സ്വന്തം ലൈഫ് തകർന്നും ഇരിക്കുന്ന ആൾക്കാരിനെ കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോട്ടിവേഷൻ റീഡിംഗ് എടുക്കാമെന്ന് തീരുമാനിച്ചതും. അപ്പോൾ കാരണം നമുക്ക് യൂണിവേഴ്സ് തരുന്നൊരു നിർദ്ദേശം നിങ്ങളെ അറിയിച്ചേ പറ്റുള്ളൂ. അതായത് എനിക്ക് നിർദ്ദേശം തരുമ്പോൾ ആ നിർദ്ദേശം നിങ്ങളെ അറിയിക്കുക. എനിക്ക് ഇത്തരം എൻ്റെ ചാനലിലൂടെയാണ് അറിയിക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ എന്നുള്ള ബട്ടൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാനിടുന്ന ഇത്തരം മോട്ടിവേഷൻ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓൾ എന്ന ബട്ടൺ അമർത്തും. അപ്പോൾ നമുക്ക് റീഡിംഗ് എടുക്കാൻ പോവാം. നല്ല റീഡിംഗ് ആവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കണം. നമുക്ക് നോക്കാം. മാറ്റിയിട്ടുണ്ട്. അടുത്ത വീഡിയോ മുതൽ എൻ്റെ പേര് ടാരോ ഹീലിംഗ് ലൈഫ് 707 ജ്ഞാനഗംഗ എന്നാണ്. എൻ്റെ ഒരു ലക്കി നമ്പറാണ് 7. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നൊരു പെൻഡഗ്രാം സ്പ്രെഡാണ് നമ്മൾ ഇന്നെടുത്തേക്കുന്നത്. പൊതു റീഡിംഗ് ആണ്. പൊതു റീഡിങ്ങിൽ ആരുടെയൊക്കെ എനർജിയാണ് ഈ യൂണിവേഴ്സായിട്ട് കണക്റ്റ് ആവുക എന്നുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് വിവരണാതീതമാണ്. അപ്പോൾ പെൻഡഗ്രാം സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇത് ഒന്നാമത്തെ കാർഡ്, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് പെൻഡഗ്രാം സ്പ്രെഡ് വരുന്നത്. ആദ്യ കാർഡ് നമ്മൾ റിലീവ് ചെയ്യാൻ പോകുന്ന ആദ്യ കാർഡ് വരുന്നത് നമുക്ക് ഇതാണ് കേട്ടോ. ആദ്യ കാർഡ് റിലീവ് ചെയ്തു. ഇനി രണ്ടാമത്തെ കാർഡ് റിലീവ് ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തെ കാർഡും റിലീവ് ചെയ്തു. ഇനി തൊട്ട് താഴെയാണ് മൂന്നാമത്തെ കാർഡുള്ളത്. മൂന്നാമത്തെ കാർഡ് നമ്മൾ റിലീവ് ചെയ്തു. ഇനി നാലാമത്തെ കാർഡ് റിലീവ് ചെയ്തു. അഞ്ചാമത്തെ കാർഡും റിലീവ് ചെയ്തു. ആറാമത്തെ കാർഡും റിലീവ് ചെയ്തു. അങ്ങനെ 6 കാർഡുകളും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നത് പൊതു റീഡിംഗ് ആണ്. എപ്പോഴും പൊതു റീഡിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യം, കണക്റ്റായ ആൾക്കാർ യൂണിവേഴ്സിൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും ആയിട്ട് കണക്റ്റ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് കറക്റ്റ് റീഡിംഗ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുക. അല്ലാത്ത ആൾക്കാർക്ക് അത് റീഡിംഗ് തെറ്റാണ് എന്നൊക്കെ തോന്നുമ്പോൾ ഞാനോ യൂണിവേഴ്സോ അതിൽ ഭാഗവാക്കാവണില്ല. കാരണം നിങ്ങളുടെ എനർജി ആയിട്ട് യൂണിവേഴ്സ് കണക്റ്റ് ആയിട്ടില്ല, ടാരോ കണക്റ്റ് ആയില്ല എന്ന് വേണം ധരിക്കാൻ. ആദ്യ കാർഡ്, അതായത് ഈ പെൻഡഗ്രാം റീഡിങ്ങിൽ കോമൺ റീഡിങ്ങിൽ, അതായത് ഒരേ കാർഡായിരിക്കാം ചിലപ്പോൾ ഓരോ വ്യക്തികൾക്ക് ആ യൂണിവേഴ്സായിട്ടൊരു കണക്റ്റ് ആവുക. എല്ലാ റീഡിങ്ങിലേക്കും എല്ലാതും ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ യൂണിവേഴ്സ് നിങ്ങളും കാർഡും ഞാനും തമ്മിലുള്ളൊരു കണക്റ്റാണ് അല്ലെങ്കിൽ ഒരു കണക്ഷനാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഫലം തരിക കേട്ടോ. അപ്പോൾ ആദ്യ കാർഡ് കണ്ടല്ലോ, 10 ഓഫ് കപ്സ്. ഈ 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പ ലോകത്ത്, ചില ആൾക്കാർ ഒരു സങ്കല്പ ലോകത്തായിരിക്കാം. ബന്ധം വേർപിരിഞ്ഞവർ അല്ലെങ്കിൽ അതിനെ പറയാം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സങ്കല്പ ലോകത്തിലായിരിക്കാം. നല്ലൊരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഒരു സങ്കല്പ ലോകം, ഒരു സ്വപ്നം കാണലൊക്കെ നമുക്കിതിന് കരുതാം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു പ്രശ്നം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കണം. അതായത് നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, അതേപോലെ നല്ല ഒരു ചുറ്റുപാടും അന്തരീക്ഷം, കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് കഴിയാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മറ്റൊരു കൂട്ടർ കരുതാം.
മൂന്നാമത്തെ കാര്യം സന്തോഷവും സംതൃപ്തിയും, അതായത് ഡിവോഴ്സിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് സന്തോഷം സംതൃപ്തിയും ഒരു നല്ലൊരു സ്നേഹവും കരുതലുള്ള ഒരു ജീവിത പങ്കാളി ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഒരു ദൃഢമായൊരു ഒരു ആത്മബന്ധമുള്ള ഒരു പങ്കാളി ആയിരുന്നെങ്കിലോ, ഒരു സ്നേഹത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടി ഈ കാർഡ് കാണിക്കണ പോലെ തന്നെ ഒരു ജീവിതം ആയിരുന്നെങ്കിലോ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, മറ്റ് ഒരു കൂട്ടർക്കുള്ളത് ഒരു ഗൃഹപ്രവേശം, അതായത് വീടൊക്കെ വെച്ച് അവർ ഒരുപാട് കാലത്തെ സ്ട്രഗിളിന് ശേഷം, കാരണം ആകാശത്ത് മഴവിലിനെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഒരുപാട് കാലത്തെ സ്ട്രഗിളിന് ശേഷം ഒരു വീടൊക്കെ വെച്ചിട്ട് അവർ സന്തോഷത്തോടു കൂടിയിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് ഒരു മാറ്റം അവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ദൂരദേശത്ത് വേറൊരു കൂട്ടർക്ക്, മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് ദൂരദേശത്ത് അവര് താമസിക്കുകയാണെങ്കിൽ അവർ ഒത്തുചേരാനും, അല്ലെങ്കിൽ ഒരു അകന്നിരിക്കുന്ന ഒരു ലൈഫ്, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു പിണക്കം കൊണ്ടൊക്കെ അകന്നിരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു ഒത്തുചേരലും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എല്ലാ തരത്തിലും നല്ല സൂചനയാണ് നൽകുന്നത്. ഇത് പാസ്റ്റ് കാർഡാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് പ്രസൻസ് ആയിട്ട് വരുന്നത് ഓരോ തരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഓരോ കണക്ഷൻ വരുന്നുണ്ട്. യൂണിവേഴ്സ്, ഞാനും നിങ്ങളും കാർഡും തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ വിവിധ മേഖലയിലുള്ള ആൾക്കാർ, അതായത് വിവിധ വിഭാഗങ്ങൾ, ഞാൻ പറഞ്ഞു വീടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗൃഹപ്രവേശനം, അതുപോലെ ലൈഫിൽ ഹസ്ബൻഡും വൈഫും റിലേഷനിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചുകൊണ്ട് അകന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഒത്തുചേരല്. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരാൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടല്ല എൻ്റെ റീഡിങ്. പൊതു റീഡിങ് ആകുമ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. വൈഫ് ആൻഡ് ഹസ്ബൻഡ് പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനും സ്നേഹം നല്ലതിന് കൊണ്ടുവരാനും താരാമന്ത്രം, ഗ്രീൻ താരാമന്ത്രം നിങ്ങൾക്ക് അറിയെങ്കിൽ ജപിക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിട്ടോ. രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത്, നമ്മുടെ സ്പ്രെഡിൽ രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസ് ആണ്. 6 ഓഫ് പെന്റക്കിൾസ് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, അതായത് നിങ്ങളെന്ന വ്യക്തി, ഞാൻ 3 വിഭാഗം ആൾക്കാരെ ഇവിടെ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. ഒരു വിഭാഗം ആൾക്കാർ നല്ല ധനവാന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ മടിയില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ അത്യാവശ്യത്തിന് കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ തിരിച്ചു കിട്ടും എന്ന് കരുതിയിട്ടല്ല കൊടുക്കുന്നത്. അതൊരു വിഭാഗം ആൾക്കാർ. രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാർ കടം കൊടുക്കും, പക്ഷെ അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നിങ്ങൾ കടമായിട്ടൊരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്തൊരവസ്ഥ, അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരിക. നിങ്ങൾ ദാനധർമ്മി, ആദ്യം പറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളൊരു നല്ല ദാനധർമ്മിയാണ്, അദ്ദേഹം ദാനം ചെയ്യാൻ തയ്യാറാണ്, അതായത് തിരിച്ചു കിട്ടും എന്നുള്ള ധാരണയിലല്ല അത് കൊടുക്കണത്. രണ്ടാമത്തെ വ്യക്തി, അതായത് ഇത് ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള ആൾക്കാരനെ ഇത് പരാമർശമുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ആൾക്കാര്, ഒരാൾ ചോദിച്ചു, ഒരു സ്നേഹിതനോ ബന്ധുവോ ആരെങ്കിലും ചോദിച്ചു, പൈസ കൊടുത്തു, പക്ഷെ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട്, അതായത് കഷ്ടപ്പാടും ദാരിദ്ര്യം, അതേപോലെ തന്നെ നമുക്ക് ഒരു പൈസ നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ, കയ്യിൽ കിട്ടുന്ന പൈസ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, എന്ത് ചെയ്തു അല്ലെങ്കിൽ എവിടേക്ക് പോയി ഈ പൈസ എന്നറിയാത്ത ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ 3 തരം ആൾക്കാരെ ഞാൻ പറഞ്ഞു. ആദ്യം ദാനം ചെയ്യുന്നവര്, അത് ദാനം ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അർഹതപ്പെട്ട ആൾക്കാണോ ഇത് കൊടുക്കണ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ ആള് കയ്യിൽ ഉണ്ടാവാതെ ഉള്ളതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റൊരാളിന് ചോദിക്കുമ്പോൾ കൊടുക്കണു, അതും നല്ല മനസ്സിന് ഉടമ തന്നെയാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം കയ്യിൽ എത്ര പൈസ കിട്ടിയാലും നിൽക്കണില്ല, അത് പോയിക്കൊണ്ടിരിക്കുക, ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കയ്യിൽ കിട്ടുന്ന പൈസ ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവർക്ക് എത്ര കിട്ടിയാലും അവർക്ക് തികയണില്ല. 3 തരത്തിലുള്ള ആൾക്കാരെ റീഡിങ്ങിന് പറയണത്. അതായത് നിങ്ങൾ കേൾക്കണ, യൂണിവേഴ്സിനെ കേൾക്കണ ഒരാൾ ഇതിൽ ഏത് എനർജി കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 കാര്യം എടുത്ത് പറയണത്. അത്തരം ആൾക്കാർ ഹൈന്ദവനാണെങ്കിൽ ദേവി മഹാത്മ്യത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ആ ശ്ലോകം ഇങ്ങനെയാണ്: ദുർഗേ സ്മൃതഹാരസ ഭീതി മശേഷ ജന്തോ സ്വസ്തി സ്മൃത മതിമതി ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖഭയഹാരിണി കാത്വധന്യ സർവോപകാര കാരണായ സദാർദ്രചിത്ത. ഇങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് ദേവി മഹാത്മ്യത്തില്.
ആ ശ്ലോകം ജപിക്കുമ്പോൾ അത് 234 ശ്ലോകമായിട്ടാണ് വരുന്നത്. ആ ശ്ലോകം ജപിക്കുമ്പോൾ ഒരുപാട് ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നൊരു മോചനാവും. അതായത് ഈ കയ്യിൽ നിൽക്കായ്മ വരുന്നുണ്ടല്ലോ, ദാരിദ്ര്യ ദുഃഖം എന്ന് ഉദ്ദേശിക്കുന്നത് പണം ഉണ്ടായിട്ട് അത് ചോർന്നു പോണേനെയാണ് ഞാൻ ദാരിദ്ര്യ ദുഃഖം എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരം ആൾക്കാർ ഹൈന്ദവനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ക്രിസ്ത്യനും മറ്റ് മുസ്ലിമും ആണെങ്കിൽ അവരുടേതായ മതത്തിൽ ഉണ്ടാവണ ശ്ലോകങ്ങളും ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്ക് അതിൽ നിന്ന് കടന്നു വരാനുള്ള ഒരു പവർഫുള്ളായ എന്തെങ്കിലും നിങ്ങളുടെ വേദങ്ങളിലോ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലോ പരാമർശിച്ചിട്ടുണ്ടാവും. അതിനെ ഒന്ന് ഫോളോ ചെയ്താൽ മതി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇനി 10 ഓഫ് സോർട്സ് ആണ് മറ്റൊരു കാർഡ് വന്നേക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ തൻ്റേതല്ലാത്ത കാരണം, നമ്മൾ ഈ പരസ്യം കാണുന്ന പോലെ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മാനസികമായിട്ട് ഒരുപാട് നഷ്ടങ്ങളും വ്യസനങ്ങളും വേദനകളും അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. അവർക്ക് തന്നെ അറിയണില്ല അവരെന്തിനാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വൈകാരികമായ എടുത്തുചാടലിൽ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കാം. മനസ്സുകൊണ്ട് നമ്മൾ മനസ്സ് അറ്റുപോയി എന്ന് പറയാം, അല്ലെങ്കിൽ മനസ്സ് മരിച്ചുപോയി എന്നൊക്കെ പറയാം. അവരിങ്ങനെ വല്ലാതെ ആന്തരികമായിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കണ ഒരു അവസ്ഥയുണ്ട്. അതായത് പൂർണ്ണമായും തകർന്നു എന്ന് പറയാം. ഒറ്റപ്പെട്ടിട്ടിരിക്കാനും മാനസികമായിട്ട് മറ്റൊരാളെ അഭിമുഖീകരിക്കാൻ വിഷമം, അതുപോലെ ഒറ്റപ്പെട്ടിരിക്കാൻ കൂടുതൽ ഇത് ആരോടും പറയാനും കഴിയാതെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അതായത് നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് മറ്റൊരാളോട് പറയാൻ കഴിയില്ല, പക്ഷെ മനസ്സുകൊണ്ട് സദാസമയം അത് നമ്മളെ കുത്തി മുറിവേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയണ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഒരു വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിജീവനം അത്യാവശ്യമാണ്. കാരണം ഈ വാളൊക്കെ വലിച്ചെറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അതിജീവനം കഴിയുള്ളൂ. പക്ഷെ അതിന് അവർ ശ്രമിക്കുന്നില്ല. കാരണം അവർ ശ്രമിക്കാത്തതിൻ്റെ മെയിൻ കാരണം അവർക്ക് ആ മനസ്സിലേറ്റ മുറിവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് മാനസിക വെല്ലുവിളി നിറഞ്ഞിട്ടാണ് അവരിപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം മുറിവേറ്റ ഒരു മനസ്സ്, അല്ലെങ്കിൽ മുറിവേറ്റ, നമ്മൾ കേട്ടിട്ടുള്ള ഒരേ കവിതകളും ഒക്കെ ഉണ്ടല്ലോ, മുറിവേറ്റ മനസ്സ്, മുറിവേറ്റ പക്ഷി, മുറിവേറ്റ മൃഗം എന്നൊക്കെ പറയണത് പോലെ. പക്ഷെ നിങ്ങളിവിടെ മുറിവേറ്റ മൃഗമല്ല കാണുന്നത്, മുറിവേറ്റ ഒരു പക്ഷിനെ പോലെയാണ് കാണുന്നത്. കാരണം ചിറകുകളെല്ലാം അരിഞ്ഞിട്ട ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിൽ നിന്ന് കരകയറാൻ ഞാൻ പറഞ്ഞു, ഹൈന്ദവ രീതിയിലുള്ള ആചാരങ്ങളായിരിക്കും ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നത്, ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയൊരു ശ്ലോകം ഞാൻ പറയാം, ദേവീ മഹാത്മ്യത്തിൽ തന്നെയാണ്. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണ നമോസ്തുതേ. ഈ ഒരു ശ്ലോകം സദാസമയം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ഇനി ഒരു യൗവനത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നവരാവട്ടെ, ബാല്യകൗമാരം കഴിഞ്ഞവരാവട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റിയ ശ്ലോകമാണ്. പീരീഡ് ആകുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല. പീരീഡ് ഇല്ലാത്ത ടൈമാണെങ്കിൽ സദാസമയം ഈ കുത്തി മുറിവേൽക്കണ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സ്ഥിരമായിട്ട് ജപിക്കുകയാണെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്കൊരു ഉൾക്കരുത്ത് വരും കേട്ടോ. കാരണം ഞാൻ ഈ ശ്ലോകം ഇവിടെ ഉദ്ധരിക്കണത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയണം. കാരണം എന്ത് ചെയ്യാൻ അറിയാതെ, അല്ലെങ്കിൽ എന്താണ് ഒരു പോംവഴി എന്ന് സ്വയം നിങ്ങൾക്കതൊന്ന് പുറത്ത് കിടക്കാൻ കഴിയണില്ല. കാരണം അതിനെ മറികടന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത കാരണം കൊണ്ട് ഞാനൊരു ശ്ലോകം പറഞ്ഞേ ഉള്ളൂ. അപ്പം അതിങ്ങനെ സ്ഥിരമായിട്ട് ജപിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാരാണെങ്കിൽ, മറ്റ് മതസ്ഥരാണെങ്കിൽ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വേദങ്ങൾ ചൊല്ലാൻ ശ്രമിച്ചാലും ഈ ഒരു അവസ്ഥ. അതുപോലെ തന്നെ പ്രാർത്ഥന, നിങ്ങൾ ഏത് വിഭാഗത്തിനാവട്ടെ, നിങ്ങൾ കൃത്യമായിട്ട് യൂണിവേഴ്സിനെ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഏതാണോ നിങ്ങൾ വിശ്വസിക്കണ ആ ഒരു ഗോഡ്, ആ യൂണിവേഴ്സിനെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. അവരാണ് നിങ്ങളിലൂടെ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു കാരണം അവിടുന്ന് രക്ഷിക്കാൻ ആ യൂണിവേഴ്സിന് മാത്രമേ കഴിയുള്ളൂ. കാരണം നിങ്ങൾ മുറിവേറ്റ് കിടക്കണ ഒരു എന്താ പറയുക, ഒരു പക്ഷിയാണ്. അപ്പം അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സ് ഗൈഡൻസ് ഞാൻ പറഞ്ഞേക്കുന്നത് ഒരു മാനസികമായിട്ട് ഒരു സമ്മർദ്ദത്തിലൂടെയാണെങ്കിൽ ഈ ഒരു ശ്ലോകം നിങ്ങൾക്ക് ആപത്തും മാനസിക പ്രശ്നങ്ങൾ, കാഠിന്യമായ മാനസിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ശ്ലോകം കൊണ്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ.
ജാതി മതമൊന്നും ഇല്ല, ഏത് ജപിക്കാനും ജാതി മതങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഓരോരുത്തരുടെ മതത്തിലുള്ളത് അവരവർക്ക് വിശ്വസിക്കാം. പിന്നെ ക്ഷേത്ര ദർശനത്തിനേക്കാൾ ഉപരി നിങ്ങളിൽ സ്വയം ഊർജം കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ സ്വയം ഊർജം കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിലാണ് ഇത്തരം ഓരോ കീവേഡുകൾ പോലെ ഉള്ള ചെറിയ ചെറിയ ശ്ലോകങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഉണ്ടാവണ ഫലം നിങ്ങൾ എനിക്ക് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും വേണം കേട്ടോ. മറ്റൊരു കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാൺസ് ആണ്. 6 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് 6. പിന്നെ വാണ്ട് എന്ന് പറയുമ്പോൾ ആ വാണ്ടിന്റെ വടിയുടെ മുകളിലൊരു റീത്ത് പോലെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാൻ സമയമായി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു അവാർഡോ അംഗീകാരമോ ചിലപ്പോൾ നിങ്ങളുടെ ബോസിന്റെ കയ്യിൽ നിന്നായിരിക്കാം അംഗീകാരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്നൊരു പ്രൊമോഷൻ ലഭിക്കാം, പിന്നെ പ്രശംസ ലഭിക്കാം. ചിലപ്പോൾ അതൊരു നമുക്ക് ഒരു ഷേക്ക് ഹാൻഡ് എന്നുള്ള രൂപത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് കോൺഫിഡൻറ്റ് നൽകും എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങളിൽ ഇനി മുന്നോട്ട് പോകണം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും കൂട്ടത്തിൽ നിന്നിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയും മുന്നേറാനുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ, അവിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു സമയമായി എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ, അതായത് വല്ലാതെ സാമ്പത്തിക മാന്യം അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായി തുടങ്ങി എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ഒരു വെളുത്ത കുതിര, അതിൻ്റെ മുകളിൽ കുറേ അലങ്കാരങ്ങൾ, ഒരു പുരുഷനിരിക്കുന്നു, അത് കയ്യിലൊരു വടിയുണ്ട്, അതിൻ്റെ മുകളിലൊരു അലങ്കാരം റീത്ത് പോലെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നല്ലൊരു ശകുനത്തെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് എന്നുള്ളത്, ലക്ഷ്യത്തിലെത്താൻ ഇനിയും നിങ്ങൾ മുന്നേറിക്കൊണ്ടേ ഇരിക്കണം എന്നതിനെയാണ്, നല്ല സൂചന തന്നെയാണ് നൽകുന്നത്. എന്നിരുന്നാലും ലക്ഷ്യത്തിലെത്താൻ ഇനിയും നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നത് ഈ 4 എന്നൊരു സംഖ്യാശാസ്ത്ര പ്രകാരം ഒരു സ്ഥിരതയും വിശ്വസനീയമായ ഒരു സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു വീട്, ഒരു ഒത്തുചേരൽ, ഒരു ടീം വർക്ക്, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല ടീം വർക്കും ഒരു സെലിബ്രേഷനും അതേപോലെ തന്നെ ഒരു ഇവന്റ്, സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും എന്ന് പറയാം. ഇനി നിങ്ങളൊരു കുടുംബസ്ഥനാണെങ്കിൽ, നിങ്ങൾ പുറത്തൊന്നുമല്ല, കുടുംബപരമായിട്ട് തന്നെ കുടുംബസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളുടെ ഫാമിലിയൊക്കെ നല്ല സന്തോഷത്തിലിരിക്കുന്നു. അധികം വൈകാതെ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വന്നു ചേരാൻ, അതൊരു പക്ഷേ കല്യാണമാവാം, വിവാഹ നിശ്ചയമാവാം, ബർത്ത്ഡേ ആവാം, അത്തരം എന്തെങ്കിലും ഒരു ഇവന്റുകൾ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ആവാം. അതുപോലെ തന്നെ ആഘോഷത്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തുചേരലിലെ ആഘോഷമാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ഉള്ള ഒരു ഒത്തുചേരലാണ്. അപ്പൊ അത് സന്തോഷകരമായ ഒരു, അതായത് 4 വാണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ഒരു സാഹചര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചുറ്റുപാടും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ, അതായത് ഇപ്പോൾ ഒരു അയൽപ്പക്ക പുതിയതായി വന്നു, അവരായിട്ടുള്ള ഒരു സന്തോഷം, ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പ്രമോഷനായിട്ട് ആരെങ്കിലും വന്നു, അവരായിട്ടുള്ള ഒരു സെലിബ്രേഷൻ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഒന്ന് വ്യാപിക്കാൻ ഒരു ചാൻസ്. അതേപോലെ തന്നെ ഒരു നിങ്ങൾക്ക് പുതിയതായി ഫ്രണ്ട്സ് വന്നു ചേർന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി തന്നെ പുതിയ ഒരു പ്രമോഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ജോലി സ്ഥലത്തേക്ക് മാറ്റം വരുമ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടണു. എവിടെ നോക്കിയാലും ഒരു സന്തോഷകരമായ ഒരു എവിടെയും ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് കാണുന്നത്. അതായത് ഏതൊരു സാഹചര്യം നോക്കിയാലും അവിടെ എല്ലാം പോസിറ്റീവ് വൈബ് മാത്രമേ നമുക്കൊരു നെഗറ്റീവ് വൈബ് അവിടെ കാണിക്കുന്നില്ല. കാരണം എല്ലാം ഒത്തുചേരലുകളാണ്. ഇപ്പൊ 4 ആയാലും മേലെയുള്ള അലങ്കാരമായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു സന്തോഷത്തിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ചുറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്നിരുന്നാലും നിങ്ങളുടെ പരിശ്രമം മുന്നോട്ട് തന്നെ പരിശ്രമിച്ച് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു നല്ല ഒരു ഫ്യൂച്ചറിൽ നല്ലൊരു നല്ലതിനെ കൊണ്ടുവന്ന് തരാൻ കഴിയും എന്നതിനെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനത് മറിച്ചേക്കാണ് കേട്ടോ. നെക്കഡായ ഒരു സ്ത്രീ പുരുഷനുമാണ്, ഒരു ആദം അവ്വ എന്നൊക്കെ പറയാം. അത് നെക്കഡായ കാരണം കൊണ്ട് ആണ് ഞാൻ പീലി വെച്ച് മറിച്ചേക്കണത്. ഇവിടെ നിങ്ങൾ നല്ല ബന്ധം, റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ബന്ധത്തിലാണ് എന്ന് പറയാം.
നിങ്ങൾക്ക് നല്ലൊരു സ്ത്രീയുടെ ബാക്കിലും പുരുഷന്റെ ബാക്കിലും ഒരു ഫയർ ഉണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ആരോ കാരണം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ എന്തോ തടസ്സങ്ങളുണ്ട് എന്നും പറയാം. കാരണം നിങ്ങളെ ആരോ ഒരാള് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫാമിലിയിൽ പെട്ട ആർക്കോ ഇഷ്ടമില്ല എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ബാക്കിൽ കാണിക്കുന്ന അതിനെയാണ് എന്താ പറയുക സൂചനകൾ, ബാക്കിലുള്ള സൂചനകളെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ, അതായത് പരമാവധി തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്കൊന്നും പോവാതിരിക്കുക. നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിലേക്ക് പോവുക. കാരണം തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്നും നിങ്ങൾക്ക് സങ്കടങ്ങൾ മാത്രമേ തരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തി മറ്റൊരാളെ ചതിക്കുകയാണ് ചെയ്യണം. അപ്പോൾ അത്തരം റിലേഷൻഷിപ്പ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നല്ലതിനെ മാത്രം തേടുക. നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഹസ്ബൻഡിനെ മാത്രം എന്താ പറയുക വിശ്വസിക്കുക, മുന്നേറുക. അല്ലെങ്കിൽ ഒരു വൈഫ് ഹസ്ബൻഡ് റിലേഷൻ ആണെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെയും ഹസ്ബൻഡ് വൈഫിനെയും മാത്രം വിശ്വസിച്ചിട്ട് മുന്നേറുക. അതിലേക്കൊരു തേർഡ് പാർട്ടിയെ കൊണ്ടുവരാതിരിക്കുക. കാരണം അത്തരം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവി എപ്പോഴും സുരക്ഷിതമായിരിക്കുന്നു, ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരു റിലേഷൻഷിപ്പ്, അതായത് വിവാഹം കഴിക്കാത്തവരെ കാര്യം പറയണത്, പുതുതായിട്ടൊരു റിലേഷനിലാണ് പോണെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരോ ഒരാളുണ്ട്. കാരണം അച്ഛനാവാം, അമ്മയാവാം, സഹോദരനാവാം, മറ്റു ബന്ധുക്കളാവാം. അപ്പോൾ അവരെ തരണം ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് എടുത്തു ചാടിയൊന്നും ചെയ്യാതെ അവരുടെ സമ്മതപ്രകാരം മാത്രം നിങ്ങൾ ആ റിലേഷൻ തുടരാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത്തരം യൂണിവേഴ്സിന്റെ ഗൈഡൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.